തീർന്നില്ലേടാ? ആ പെണ്ണേ, ഞങ്ങള് പോണ്. എപ്പോഴാ മടക്കം? ഇത്തിരി വൈകും. അധികം വൈകാ കാത്തിരിക്കണ്ട, കിടന്നുറങ്ങിക്കോ. പൊന്നു, ആ മടക്കത്തിൽ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരുമോ? ആ, ഒരു ടിന് പൗഡറും ഒരു കൺമഷിയും പിന്നെ കുളിക്കാനൊരു സോപ്പും. പൗഡറും സോപ്പും എന്തിനാ? മനുഷ്യന്റെ മണമാ എനിക്കിഷ്ടം. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, മറന്നില്ലെങ്കിൽ വാങ്ങാം. കേറടാ. മിണ്ടാനും പറയാനും അടുത്തൊന്നും ആരുമില്ലേ? അതാണൊരു വിഷമം. ഇടയ്ക്ക് മായയ്ക്ക് അങ്ങോട്ടൊന്ന് വന്നൂടെ? മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അയ്യോ, കാളക്കാരന്റെ വീട്ടിൽ സർക്കിട്ട് പോവാനോ? കൊള്ളാം, അമ്മ അറിഞ്ഞ തല്ലി കൊല്ലും. ചാമി പണിക്ക് വന്നാൽ തന്നെ അമ്മ മുറ്റത്തിരുത്തിയാ കഞ്ഞി കൊടുക്കാറ്. ഇപ്പോ അമ്മ എന്നെ അടുക്കളപ്പണി പഠിപ്പിക്കുക. കറിയൊന്നും വെക്കാൻ അറിയില്ലെന്ന കുറ്റം. അപ്പൊ കലകത്തിന് എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ? 10 വരെ പഠിച്ചു. ഇത്തിരി ടൈപ്പും തുന്നലും വശമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സമയം പോവാൻ വിഷമം? ചന്തേന്ന് വരുമ്പോ വല്ല കഥാപുസ്തകം വാങ്ങിച്ചിട്ട് വരാൻ കാളക്കാരനോട് പറഞ്ഞൂടെ? അതെങ്കിലും വായിച്ച് സമയം കളയാലോ. ഞാൻ ആലോചിക്കാ, 10ാം ക്ലാസ് വരെ പഠിച്ച പെണ്ണിന് ഒരു പ്യൂണെങ്കിലും കിട്ടാതിരിക്കില്ല. ആ കുടിയൻ കാളക്കാരന്റെ കല്യാണം കഴിച്ച കനകത്തെ സമ്മതിക്കണം. മിണ്ടാൻ കഴിയില്ലെങ്കിലും എന്റെ രായപ്പനാ സുന്ദരൻ. ഇത്തിരി പച്ചക്കറിയുണ്ട്. ആ കരിച്ചാക്ക് ഇറക്കി വെച്ചേച്ച് വേഗം വാടാ, ചോറുണ്ണ. നല്ല വിശപ്പ്. നീ കഴിച്ച പെണ്ണെ? ആ, ഇവിടെ എത്തിയപ്പോഴാ വാങ്ങാൻ പറഞ്ഞ പൗഡറും സോപ്പും ഓർത്തത്. അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മറന്നില്ലേ, അടുത്ത ആഴ്ച വാങ്ങാം. കിട്ടുന്ന കാശൊക്കെ അതും ഇതും വാങ്ങി മുടിച്ചോ. 4 കാശുണ്ടാക്കി വല്ല വൈദ്യനെയും കണ്ട് നാവ് കൊണ്ട് 4 വർത്താനം പറയാൻ നോക്കടാ. വാ. ആ തോർത്തിങ്ങതാ. ഈ സോപ്പിട്ടൊന്ന് തേച്ച് കുളിച്ചൂടെ? സോപ്പും കാരമൊക്കെ ആയിട്ട് പെണ്ണ് തന്നെ കുളിച്ചാ മതി. വെറുതെ അല്ല നാറ്റോന്ന് നാട്ടുകാർ പറയണത്. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പോ നിനക്ക് നാറ്റം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. വാളെ. ഇത്തിരി മീൻകൂട്ടാൻ ഇടട്ടെ? നല്ല അയലയാ. വേണ്ട,
എന്താ കൂട്ടാൻ ഇഷ്ടമല്ലേ? നാറ്റം കറിക്ക്. അയ്യോ, പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ പൊന്നിന് നല്ല മണ. ഈ മണ എനിക്ക് എന്തൊരു ഇഷ്ട. പെണ്ണെ, അയ്യോ പെണ്ണെ, എന്തു പറ്റി? ആ, കോളടിച്ചെന്ന് തോന്നണേ. എടാ രായപ്പാ, വാ, ഞാൻ അപ്പനാവാൻ പോണ്. എടാ എന്റെ പെണ്ണിന് പള്ളയിലുണ്ടെന്ന് വിളിച്ചു കൂടാ, നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. കള്ളടിച്ചാൽ കാലിടറും കള്ള് പാക്കര. അയ്യോ ഇന്ന് മോന്തിയ തന്തിക്കള്ളോ പുലരിക്കള്ളോ. വെളുക്കുമ്പോ വേലപ്പണിക്കെന്റെ വേലിക്കൽ നിന്നാടും. അയ്യോ കറക്കുമ്പോ കാലനിറങ്ങുമ്പോ കള്ള് കുട്ടിച്ചാടും. അമ്മേ, ഒന്ന് പാടിക്കേ, ഒന്ന് പാടിക്കേ. പാട്ട് പാട്ട്. മതി 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 നിർത്ത. ഇതിലും ഭേദം ആ പാട്ട്. ക്ഷമിക്കണം, അളിയന്റെ പാട്ടാ. ഇതിലും പരമ ബോറ്. എന്തോന്ന് കൂത്താ? വന്ന് വന്ന് ഷാപ്പ് തന്നെ ആയോ? നീ പോയി മല്ലി മുളക് ഉള്ളി ഇനി ഞങ്ങൾ അളിയന്മാർ തമ്മിൽ കുഴിക്കും കൂത്താടും. അത് ചോദിക്കാൻ നീ ആര്? ചേച്ചി എന്നെ നോക്കിക്കേ, ഞാൻ കുടിക്കും പക്ഷെ പൂസാവൂല. ചില ചന്തകള് ചന്തത്തരം പറയുമെന്നും പറഞ്ഞ് എല്ലാരും പറയണോ? എന്താടാ പറഞ്ഞത്? ഞാൻ ചന്തയാണെന്നോ? എടാ അരവിന്ദ, എടാ നിന്നെ പോലെ അയ്യോ പത്തോ കരഞ്ഞ് എന്റെ പൊന്നാരളിയന്റെ കയ്യിൽ നിന്നും വസ്തുവകൾ തട്ടിയെടുക്കുന്നതല്ല എന്റെ പണി. എന്താടി നോക്കണേ? എന്നോട് ഇത്തിരി ചേട്ടന് സ്നേഹക്കൂടുണ്ടെന്ന് വെച്ച് വല്ലോ തന്നെ നിങ്ങൾക്ക് തന്നെ എത്ര അസൂയ? അവളോട് ഓ, തുടങ്ങി തുടങ്ങി എച്ചിത്തരം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഴിപ്പലക്കണ. ഇനി കുടിയങ്ങ് നിർത്തിക്കേ. ഇനി ഞാൻ കുടിക്കത്തില്ല, പ്രത്യേകിച്ചും ഇവന്റെ കൂടെ ഇരുന്നു. അതെയോ ആക്കരുത്. നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു. നമ്മുടെ ശരവണന്റെ പിറന്നാളായിട്ട് നമ്മൾ അവനൊന്ന് ആശംസിച്ചില്ലല്ലോ. വാഴമോനെ ശരവണ വാഴ വാമനെ അവൻ ബർത്ത്ഡൂഡൂഡൂഡു അപ്പം ബർത്ത്ഡേഡൂഡു. അല്പ സ്വല്പം വിവരം വേണം. വലിയവന്മാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വളഞ്ഞുകൂടി അപ്പം ബർത്ത്ഡേഡു എന്ന് പറഞ്ഞ് ഒറ്റ ഊത്ത. എന്ത് മെഴുകുതിരി? മെഴുകുതിരി മോനെ ഊതല ഊതല. നോക്കട്ടെ. അപ്പൊ ഇതിൽ കൂതി അണയ്ക്കാൻ പറഞ്ഞത് അളിയന് കപ്പ കൊടുത്തതാ എന്റെ തലയില്. വാടാ വാ. അല്ല ചേട്ടാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, 2 വയസ്സായിട്ടും ഈ കൊച്ചെന്താ നടക്കാത്തത്? ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന എവക്കട അമ്മ പറയണത്. ആഹാ, അത് കൊള്ളാം. മോരുനാരായണി എന്നാ ഡാക്ടറായത്? കൊച്ചിനെ വല്ല വൈദ്യരും കാണിക്കും. രക്തോട്ടം കുറഞ്ഞോണ്ടിരിക്കുന്ന തോന്നുന്നേ. ഇത് ഒരുതരം വാദമാണ് ചാമി.
നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനൊരു കുഴമ്പ് തരാം, അതൊന്ന് തേച്ചു നോക്ക്. വേണം കാലി വേണം. കാലികൾ കൊടുത്താലോ കാശ് തരാൻ ചെട്ടിയാർക്ക് ഒരു മടി. മുതലാളി തന്നെ നേരിട്ട് ചെന്നോണ്ടാ കാശ് മുഴുവൻ കിട്ടിയത്. അവറാച്ചാ 10-30 എണ്ണം തൊഴുത്തിലുണ്ടല്ലോ, കുറെ എണ്ണം കൂടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അടുത്ത ചന്തയ്ക്ക് മുമ്പ് തന്നെ ചെട്ടിയാർക്ക് കൊടുക്കാൻ നോക്ക്. ശരി മുതലാളി. ചാമിയല്ലേ അത്? ആ ചാമി, നിന്നെ കണ്ട നന്നായി. നാളെ കാലത്ത് തന്നെ പോര്, കുറെ എണ്ണത്തിന് തൊഴുത്ത് കെട്ടിയിട്ടുണ്ട്. വരാതെ. നിന്റെ മോന്റെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? ഇല്ലായേ. കേശവൻ വൈദ്യരെയും ചാത്തുണ്ണി വൈദ്യരെയും ഒക്കെ കാണിച്ചു. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊടി മരുന്നുകാരനെയും കാണിച്ചു. എന്റെ ശരവണം നടക്കത്തില്ല മുതലാളി. ഇനി ഇപ്പൊ ആരെയാ കാണിക്കണ്ടേ? മരുന്ന് കൊടുത്തിട്ട് മാറാത്ത രോഗങ്ങൾ മന്ത്രം കൊണ്ടും പൂജ കൊണ്ടും മാറിയിട്ടുണ്ട് യാമി. നിനക്ക് ഓർമ്മയുണ്ടാവോ ആവോ, നീ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പണ്ടൊരു സർപ്പക്കാവായിരുന്നു. വിളക്കും വെളിച്ചമില്ല, മുടിഞ്ഞ അവിടെ കിടന്നിരുന്നത്. സർപ്പദോഷം കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാലോ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ രാഘവ കണിയാരെ കണ്ട് ഒന്ന് കവടി ഇറക്കി നോക്ക്. പ്രതാപരാജുഷം. കുഴപ്പം പിടിച്ച സംഗതിയാ പ്രശ്നത്തിൽ കാണുന്നത്. പേരെന്താ പറഞ്ഞത്? ചാമി, പൊന്നച്ചാമി. തൊഴിലോ? കാലിപ്പണിയാ. കാളക്കച്ചവടമായിരിക്കും. അല്ല, കാളയ്ക്ക് ലാടനടിക്കുകയും വരിയുടയ്ക്കുകയും മൂക്കേറിടുകയും ഒക്കെ ചെയ്യും. പിന്നെ ചാണകപ്പണിക്കും പോവും. ഞാളപ്പണിയും വരിയുടയ്ക്കലും മൂക്കുകേടലും ആദ്യം. ചാണകം ശുദ്ധി വരുത്തുന്നതാണെങ്കിലും രണ്ടാമതല്ലേ. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം. ഇനി പെറ്റു കൂട്ടണ്ട. പെറ്റു വീഴുന്നതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. വല്ല പൂജയോ ജപമോ ഒക്കെ നടത്തി നോക്ക്. രക്ഷപ്പെട്ടാൽ ഭാഗ്യം. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം.